ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പോലീസുകാർ ഗംഗയുടെ പുറകെ പോകുമ്പോഴേക്കും ഒരു വാനിന്റെ പുറകിൽ ഒട്ടി നിൽക്കണ പോലെ പോയിട്ട് ഗംഗ അവിടെ നിന്ന് രക്ഷപ്പെടുക കേട്ടോ. പോലീസാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എസ് ഐ ആണെങ്കിൽ അവിടുത്തെ കോൺസ്റ്റബിൾ കണ്ടിട്ടോ എല്ലാ സ്റ്റേഷനിലും വിവരം അറിയിക്കണം, അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫീനെയാട്ടോ. സ്റ്റെഫി ആണെന്നുണ്ടെങ്കിൽ ജയിലില് ആ ഒരു പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, കൂടെ കിടക്കണ പുള്ളിക്കാരത്തി, അവരുടെ കാലൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ പുള്ളിക്കാരത്തി ചോദിക്കണ്ട്, എടി പെണ്ണെ, നീ ഏത് നേരം എന്താടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ, നിന്റെ മറ്റവനെ കുറിച്ചാണോ? അതെ, ഗംഗ ഇപ്പോ എവിടെയാണോ എന്തോ, അവനെ കുറിച്ച് ഒരു അറിവുമില്ലല്ലോ. എടി, അവൻ ചത്തിട്ടുണ്ടാവൂടി. നീ ഒരുത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, കിരൺ. അതായത് 4 ആൾക്കാർ വന്നാലും 10 ആൾക്കാർ വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അവന്റെ മുമ്പിൽ എങ്ങാനുവേ നിന്റെ ഈ പീറ ഗംഗ പോയി പെട്ടുകഴിഞ്ഞല്ലേ അവൻ ആ ഗംഗനെ കൊന്നു കളയും. ആ ഗംഗക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലടി. എടി പെൺകൊച്ചെ, ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നീ നല്ല അത്യാവശ്യം പഠിപ്പും വിവരമൊക്കെ ഉള്ള കൊച്ചല്ലേ, നീ നല്ലൊരു ജോലി സമ്പാദിക്കാൻ നോക്ക്, എന്നിട്ട് നല്ലൊരു പയ്യനെ വിവാഹം കഴിക്ക്, സുഖമായിട്ട് ജീവിക്ക്, പിള്ളേരൊക്കെ പറ്റി സുഖമായിട്ട് ജീവിക്കടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്റ്റെഫി പറയണ്ട്, ദേ നിങ്ങൾ കുറെ നാളെ ഗംഗേനെ കുറിച്ച് അപവാദം പറയണു, എനിക്കൊന്നും സഹിക്കുന്നില്ല കേട്ടോ. ഓ, ഞാൻ ഗംഗേനെ കുറിച്ചല്ലേ പറഞ്ഞത്, അല്ലാതെ വലിയ ആൾക്കാരെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ. അവൻ ആരാടി എന്ന് പറയുമ്പോഴേ, ഞാൻ നിങ്ങൾക്ക് പലവട്ടം പറഞ്ഞു എന്റെ ഗംഗേനെ കുറിച്ച് ഒന്നും പറയരുതെന്ന്. പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി? ദേ കാല് തടവിക്കൊണ്ടിരിക്കുക, കാല് പിടിച്ച് തിരിക്കും ഞാൻ. ആണോ അത്രക്ക് ധൈര്യം? എന്നാ നീ ചെയ്യടി എന്ന് പറയണം. അങ്ങനെ സ്റ്റെഫി കാല് പിടിച്ച് തിരിക്കുകയാണ്. അപ്പൊ ആ ദേഷ്യത്തിൽ ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെഫിനെ പിടിച്ച് മറിച്ചിടുന്നുണ്ട്. സ്റ്റെഫി ആണെങ്കിൽ ആ സ്ത്രീനെ പിടിച്ച് തള്ളിയിടുന്നുണ്ട്. ശേഷം ആ സ്ത്രീ സ്റ്റെഫിയുടെ കഴുത്തിനെ പിടിച്ചിങ്ങനെ തള്ളിയിടുക കേട്ടോ. സ്റ്റെഫിക്ക് ആ സമയത്താണ് അവിടെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രം എടുത്തിട്ട് ആ സ്ത്രീയുടെ തലയുടെ പുറകിൽ അടിക്കുകയാണ്. ശേഷം മുഖത്തടിക്കുന്നുണ്ട്, ഇവിടെ അടിക്കുന്നുണ്ട്, എല്ലായിടത്തും അടിക്കാട്ടോ. അപ്പൊ തന്നെ ആ സ്ത്രീ, അയ്യോ വേണ്ട വേണ്ട വേണ്ട, ക്ഷമിക്കണം, ഞാൻ ഈ ഒരിക്കലും നിന്റെ ഗംഗേനെ കുറിച്ച് പറയില്ല, ക്ഷമിക്കണം. അങ്ങനെ ഇരിക്കും ഗംഗേനെ കുറിച്ച് പറഞ്ഞ. ഇതാടി ഗംഗയുടെ കൂടെ നടക്കുന്നതിന്റെ ധൈര്യം, ഇതാണ് ഞാൻ ഗംഗേനെ സ്നേഹിക്കാനുള്ള കാരണം, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിൽക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അമ്മുമ്മേനെയും യാമിനീനെയും അതുപോലെ തന്നെ ശാന്ത ചേച്ചീനെയും കാദംബരിനെയാണ്. അവർ 4 പേരും പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കാട്ടോ. ആ സമയത്ത് യാമിനി പറയണ്ട, ഹോ, ഒരു ഗംഗപ്രസാദ്, എനിക്ക് അവനെ കണ്ടിട്ടെ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. അവനതിന് എന്തുണ്ട്, പുറകെ വന്ന് മാത്രം കുത്താനുള്ള ഒരു ആരോഗ്യമുണ്ട്, പുറകെ വന്ന് കുത്താനുള്ള ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, അല്ലാതെ മുമ്പിൽ നിന്ന് കളിക്കാനുള്ള എന്തെങ്കിലും യോഗ്യത അവനുണ്ടോ? പേടിത്തൊണ്ടൻ എന്ന് പറയാണ്. കിരൺ സാറിന്റെ അടുത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത അവനില്ല. കിരൺ സാർ ചെയ്ത് തെറ്റേ, അന്ന് കാട്ടിൽ വെച്ച് അവൻ നല്ലൊരു അവസരം കിട്ടി, അന്ന് അവൻ മിസ്സായി പോയതാണ്, അല്ലെങ്കിൽ എനിക്ക് ആ സ്റ്റണ്ട് ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാന്ത ചേച്ചി പറയണ്ട്, ഒരു പ്രാവശ്യം അവനീ വീട്ടിൽ വന്നായിരുന്നല്ലോ, അന്ന് കിരൺ സാർ നല്ല രീതിയിൽ അവനെ തല്ലി ഓടിച്ചു. ആ സമയത്ത് ഞാൻ അവൻ തീർന്നെന്നാ വിചാരിച്ചത്, പക്ഷെ അപ്പോഴവൻ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. യാമിനി പറയുന്നുണ്ട്, അതെ, വേലുവിന്റെ കയ്യില് നല്ലൊരു കത്തിയുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് തൊട്ടാ മതി, അപ്പം മുറിയോ, ആ കത്തിയായിട്ടാ നടക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് നമ്മുടെ അമലു വരുവാട്ടോ. കൂടെ കല്യാണിയുണ്ട്. അപ്പൊ അമലുവിനെ കാണുമ്പോ അമ്മമ്മ ചോദിക്കുന്നുണ്ട്, പാവം പെങ്കൊച്ച്, അച്ഛൻ മരിച്ചതിന്റെ വിഷമം ഇതുവരെ മാറിയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പൊ നമ്മുടെ അമലു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മൂമ്മ പറയുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നോക്ക്, അവൻ എന്തായാലും കാർത്തികയുടെ വിവാഹത്തിന് വരുമ്പോഴേക്കും മോൾ വിവാഹം കഴിഞ്ഞിട്ട് പോയാൽ മതി. വിവാഹത്തിന് ശേഷം അവൻ ചതന്നരിഞ്ഞ് കിടക്കുന്നത് മോൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, അതെ, അവനെ കൊല്ലണമെന്ന് എല്ലാവരുടെ ആഗ്രഹം, പക്ഷെ ആ ഭാഗ്യം ആർക്ക് കിട്ടുമെന്ന് അറിയില്ല. ആർക്ക് കിട്ടിയാലും അവനെ കൊന്നട്ടെ, ഇനി എല്ലാവരും കലി അടങ്ങുള്ളൂ. സത്യം പറഞ്ഞപ്പോ ഗംഗേനെ പേടി പോലും ഇല്ല ആർക്കും. അപ്പോ അമ്മൂമ്മ പറയണ്ട, അതെ, അതുകൊണ്ടാണല്ലോ കാർത്തിക മോള് അവനെ നിറയൊഴിച്ചത്. ഇപ്പൊ ആർക്കും അവനെ കുറിച്ച് പേടിയൊന്നും ഇല്ല മോളെ, പിന്നെ അവൻ പുറകെ കൂടി വരുന്നോണ്ട് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയണം. അപ്പൊ ശാന്തമ പറയണ്ട്, അല്ലെങ്കിലും പെൺകൊച്ചു അമലു, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിന്റെ കൂടെ ഒരുത്ത് നടക്കുന്നുണ്ടല്ലോ വേലു, എന്തൊരു സ്നേഹം അവനാ, എന്തൊരു നല്ല പയ്യനവൻ, അവനെ മറന്നിട്ട് അവനെ ഗംഗിനെ പോലത്തെ ഒരുത്തനെ സ്നേഹിച്ച നിന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ, ശാന്തേച്ചി ഇനി അതൊന്നും പറയണ്ട, അവൾക്കൊരു തെറ്റുപറ്റി, അത് കഴിഞ്ഞല്ലോ എന്ന് പറയാണ്. അപ്പൊ അമ്മമ്മ പറയട്ടെ, അതെ അതെ, അതങ്ങോട്ട് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഇനി ആരും പറഞ്ഞു കൊച്ചിനെ വേദനിപ്പിക്കണ്ട എന്ന് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോഴേക്കും അമലു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാട്ടോ. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ രതീഷിനെയാണ്. അവർ പുറത്തിരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രതീഷിനോട് പറയുന്നുണ്ട്, എന്തായാലും ഗംഗയെ കുറിച്ച് ഒരു അറിവില്ല, പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവൻ വെള്ളത്തിലേക്കാണ് ചാടുന്നത്, വെള്ളത്തിലേക്ക് എവിടെന്ന് കരയിലേക്ക് എത്തുന്ന പറയാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ കല്യാണ ചെറുക്കന്റെ വീട്ടിലായിരിക്കും അവൻ തുഴഞ്ഞു പോയിട്ടുണ്ടാവാം എന്ന് രതീഷ് പറയാട്ടോ. ആ സമയത്താണ് അവിടെ
അവിടേക്ക് രാജപ്പൻ ചെവിയിൽ പൂവൊക്കെ വെച്ചോണ്ട് വരുന്ന കേട്ടോ. രാജപ്പനെ കാണുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, ഇത് നമ്മുടെ രാജപ്പനല്ലേ എന്ന് പറയണപ്പോ രതീഷ് വേണ്ട, അതെ അതെ. കിരൺ പറയുന്നുണ്ട്, അയാൾക്ക് ഈ പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, അത് ജന്മന ഉള്ള തടിയാണ്, ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറെ നാളായെന്നാ തോന്നുന്നത്. അപ്പൊ രാജപ്പൻ അകത്ത് വരുന്നുണ്ട്. ഹലോ, എന്നെ മനസ്സിലായോ? ആ രാജപ്പൻ ചേട്ടാ ഇപ്പൊ സുഖാണോ എന്ന് കിരൺ ചോദിക്കുമ്പോ, ഇത് ആരാ, ഇത് മനസ്സിലായില്ലല്ലോ. അല്ല ഇവിടെ എന്താ നടക്കണത്? ദേഹണ്ണോ അതോ ശവമെടുക്കാണോ? എന്തായാലും ഭക്ഷണം ഉണ്ടാവുമല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്, നല്ല വിശപ്പുണ്ട്. അല്ല ഇവിടെ എന്താ നടക്കണത് പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. ചേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കെങ്ങനെ ഉണ്ടാവാൻ? അല്ല നിന്റെ പേരെന്താ കൊച്ചനെ? കിരൺ. ഓ നീ അങ്ങ് വളർന്നു വലുതായി പോയല്ലോ. ഓ ഈ വീടൊക്കെ നീ ഉണ്ടാക്കിയല്ലേ? എടാ സ്മരണ വേണം സ്മരണ, ഇപ്പൊ വലിയ നിലയിലായി നീയല്ലേ. ഇപ്പൊ എത്ര കോടിയുടെ സ്വത്തുണ്ടടാ നിനക്ക്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അത്ര ഉണ്ടാവില്ലല്ലോ. അല്ല രാജപുത്രന് ഇപ്പൊ പൈസ ഒന്നും കൊടുക്കാറില്ലേ? ഞാൻ കൊടുത്തു, എല്ലാം കൊടുത്തു. ഇനി 1.5 കോടിയുടെ ബിസിനസ് നടക്കാനുണ്ട്, അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. ഓ നല്ല വിശപ്പ്, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അപ്പൊ കിരൺ രതീഷിനോട് പറഞ്ഞു, രതീഷെ അകത്ത് പോയിട്ട് എന്തെങ്കിലും കൊടുക്ക് എന്ന് പറയാണ്. അപ്പൊ രാജപ്പൻ പറയണ്ട, അകത്ത് കയറിട്ടോ, അകത്ത് കയറി നിന്റെ അപ്പന ഭക്ഷണം കൊടുക്കടാ, എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം മതി എന്ന് പറയാണ്. രതീഷ് വേണ്ട, രാജപ്പേട്ടൻ വാ പുറത്തുനിന്ന് ഭക്ഷണം തരാം എന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയതിനു ശേഷം കസേരയിൽ ഇരുത്തിയതിനു ശേഷം ഒരു ഇല വിരിക്കുകയാണ്. അതിലേക്ക് കുറെ ചോറും കറിയൊക്കെ ഒഴിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ രാജപ്പൻ പറയുന്നുണ്ട്, അയ്യേ ഇതിനേക്കാൾ നല്ലത് ഭക്ഷണം വിളമ്പാതിരിക്കായിരുന്നു, ഇതെന്താ കടുകുമണിയോളല്ലേ വിളമ്പിയുള്ളൂ. രതീഷ് വേണ്ട, രാജപ്പടൻ ആദ്യം ഇത്രയും കഴിക്കേ, അതിനുശേഷം വീണ്ടും തരാം എന്ന് പറഞ്ഞ അത് മതി എന്ന് പറയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ രാജപ്പൻ ചോദിക്കണ്ടല്ല, ഇവിടെ എന്ത് വിശേഷം നടക്കണമെന്ന് പറഞ്ഞല്ലോ, മരണമാണോ അതോ? അപ്പോ രതീഷ് പറഞ്ഞിട്ട്, അതെ ഇവിടെ കല്യാണമാണ് നടക്കാൻ പോണത്, കല്യാണിന്റെ ചേച്ചി കാർത്തികയുടെ വിവാഹമാണ്. കല്യാണിന്റെ ചേച്ചി കാർത്തികയുടെ വിവാഹോ? അപ്പൊ കല്യാണിന്റെ വിവാഹം കഴിഞ്ഞോ എന്ന് രാജപ്പൻ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞിട്ട്, എല്ലാ കല്യാണിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, കല്യാണി വിവാഹം കഴിയാതെ പറ്റൂ എന്ന് പറയുമ്പോ രാജപ്പൻ പറഞ്ഞ, അയ്യോ ഇപ്പത്തെ പെമ്പിളയുടെ ഒരേ കാര്യം, ആമ്പിള്ളയും കണക്ക് തന്നെയാണ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ എന്ത്, കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ എന്ത്, അതുപോലെയല്ലേ നടക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ കല്യാണി അങ്ങോട്ടേക്ക് വരുവാണ്. ആഹാ ഇതാരാ വന്നിരിക്കുന്നത്? ചേട്ടാ ഞാൻ കല്യാണിയാണ്. ചായ കുടിച്ചായിരുന്നോ? കുടിച്ചു ചേട്ടാ. ചേട്ടൻ കഴിക്കെന്ന് പറയാണ്. അല്ല ചേട്ടൻ ഇപ്പോ ആശുപത്രിയിൽ നിന്ന് പോയിക്കൂടായിരുന്നോ എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും രാജപ്പൻ പറയണ്ട്, ആശുപത്രിയിലേക്ക് എന്തിനാ പോണത്? അവരെ ചികിത്സിക്കാനോ? ഡോക്ടർമാർക്കൊന്നും ഒന്നും അറിയില്ലെന്നേ. അല്ല ഭക്ഷണം ഇനിയും ഭക്ഷണം വിളമ്പ് എന്ന് പറയാണ്. അപ്പോഴേക്കും സെക്യൂരിറ്റി ചേട്ടൻ ചോറെടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ രാജപ്പന്റെ ദേഷ്യം വരുവാണ്. എത്ര നേരം ഭക്ഷണം ചോദിക്കുന്നത്, മതി എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിന്റെ പാത്രമൊക്കെ വലിച്ചെറിയാണ്. എന്നിട്ട് കൈ കഴുകുന്നില്ലേ എന്ന് രതീഷ് ചോദിക്കുമ്പോ, കൈ എന്തിനാണ് കഴുകണത്? എന്നാ പറയാം, കയ്യെ പോയി കഴുകിയിട്ട് വാ എന്നൊക്കെ കയ്യനോട് പറയാണ്. അവൻ അനുസരിക്കില്ലെന്നേ എന്ന് പറഞ്ഞിട്ട് കയ്യൊക്കെ തുടച്ച് വടിക്കാട്ടെന്ന് ആവുമുണ്ട്. എന്നിട്ട് കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ ഭക്ഷണം കഴിച്ചായിരുന്നോ, ചായ കുടിച്ചായിരുന്നോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും രാജപ്പൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് കല്യാണി പറയണ്ട്, രാജപ്പേട്ടനെ ഏതെങ്കിലും ആശുപത്രി കാണിക്കണം, അച്ഛനൊരു സമയത്ത് നന്നായിട്ട് സഹായിച്ച ആളല്ലേ, ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം പോലെ എന്ന് കല്യാണി ഇങ്ങനെ രതീഷിനോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്. മനോഹർ ഒരു ചായക്കിടന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിരൺ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം മനോഹറിന്റെ അടുത്തേക്ക് വരുവാട്ടോ. മനോഹറെ നിനക്കിനി റെസ്റ്റ് എടുത്തുവിടടാ, എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? സരയുവിന്റെ ആൾക്കാരൊന്നും കാണണ്ട കേട്ടോ. സാറേ ഇത് കണ്ടില്ലേ, ഞാന് കഴിഞ്ഞ ബൈക്ക് അത് മാറ്റി അറിയാവുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഈ സ്കൂട്ടി വാങ്ങിച്ച്, ഇനി ബൈക്ക് നോക്കി അവരെ എന്നെ കണ്ടുപിടിക്കണ്ടല്ലോ. കിരൺ പറയണ്ടോ, ഓഹോ പണ്ടത്തെ ഉടായി സ്വഭാവമൊക്കെ നിനക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? ഇല്ല സാറേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. ഇനിയിപ്പോ അതിനൊന്നും വയ്യ സാറേ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, കുഞ്ഞിനായിട്ട് സമയം ചെലവഴിക്കണം, അത്രേ ഉള്ളൂ എനിക്ക് എന്ന് പറയാണ്. എടാ നീ നിന്റെ കുഞ്ഞിനെ കണ്ടില്ലേ, അവൾ എടുത്തില്ലേ, സംസാരിച്ചില്ലേ, ഉമ്മ കൊടുത്തില്ലേ, ചോക്ലേറ്റ് കൊടുത്തില്ലേ, ഇനി നീ തിരിച്ചു പോടാ. അത് പറ്റില്ല സാറേ, എനിക്കറിയില്ല, എനിക്ക് എന്റെ കുഞ്ഞ് അത്രമാത്രം ഇഷ്ടമാണ്, അതെന്താണ് കൺമണിമോൾ എന്റെ മനസ്സിലിടാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, എനിക്ക് അത്രമാത്രം അവൾ ഇഷ്ടമാണ് സാറേ, ഇനിയിപ്പോ അവളെ കണ്ടിട്ട് മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, നിനക്ക് മരിക്കാൻ കുഴപ്പമുണ്ടാവില്ലല്ലോ, കാരണം നീ ഒരു ആയുസ്സിന് ജീവിക്കേണ്ട 10 ആയുസ് ജീവിക്കേണ്ട സുഖവും സന്തോഷവും അനുഭവിച്ചതല്ലേ നീ, ഇനി നിനക്ക് മരിച്ചാൽ എന്താ, മരിച്ചില്ലെങ്കിൽ എന്താ. സാറ് പറഞ്ഞ ശരിയാ, ഒരുപാട് സുഖവും സന്തോഷവും അനുഭവിച്ചെന്ന് തോന്നിയായിരുന്നു മുമ്പ്, പക്ഷെ ഇപ്പൊ മനസ്സിലായി അതൊക്കെ വെറുതെയാണ്, ഓരോ പെൺകുട്ടികളുടെ ശാപമാണോ ഞാൻ ഇരന്ന് വാങ്ങിക്കൊണ്ടിരുന്നതെന്ന്. എന്നാ ഞാൻ പോയിക്കോട്ടെ സാറേ, സാറ് സൂക്ഷിക്കണം എന്ന് പറയണം. എടാ ഞാനല്ല നീയാ സൂക്ഷിക്കേണ്ടത്, സരു എങ്ങനെ നിന്നെ കണ്ട അവള് നിന്നെ കൊല്ലും, പിന്നെ അവള് ജയിലിലേക്ക് പോകും, കാർത്തികയുടെ വിവാഹത്തിനടക്ക് അങ്ങനത്തെ കാഴ്ച കാണാനൊന്നും വയ്യടാ എന്ന് കിരൺ പറയാണ്.
അങ്ങനെ നമ്മുടെ കിരൺ അങ്ങനെ പറയുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, സാറേ എന്നെയല്ല സൂക്ഷിക്കേണ്ടത്, സാറൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ആ ഗംഗപ്രസാദ് ഉണ്ടല്ലോ, അവൻ പുറത്തുണ്ട്. എനിക്കവനെ തമിഴ്നാട്ടിൽ ചെന്നൈ മുതൽ അറിയാം സാറേ. അവന് പുറകെ നിന്ന് വന്ന് അടിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം സാറേ. അവൻ മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാനേ അവൻ നോക്കുള്ളൂ. എന്നാ വരട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് പോവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഗംഗേനെയാണ്. ഗംഗ കുറെ വെപ്പ് താടിയും വെപ്പ് മീശയും വെപ്പ് ഹെയറും ഒക്കെ വാങ്ങിച്ച് വിഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ വെച്ച് നോക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇതിൽ ഏത് വേഷത്തിലാണ് അവിടെ പോവേണ്ടത്? ഇനിയിപ്പോ ആരുടെ വീട്ടിലാണ് പോവേണ്ടത്? ആ കല്യാണച്ചക്കന്റെ വേഷത്തിൽ തന്നെ പോവാ, കല്യാണച്ചക്കന്റെ വീട്ടിൽ തന്നെ പോവാ. അവനെ വേണം ആദ്യം കൊല്ലാനായിട്ട് എന്ന് ഗംഗ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.